PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നുവെന്നും അതിലൂടെ വലിയ രീതിയിൽ കേന്ദ്ര ഫണ്ട് ലഭിച്ചേക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെയും നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും വാദങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നതും പൂർണ്ണമായും അസത്യവുമാണ്. പാർലമെന്റിൽ കോൺഗ്രസ് രാജ്യസഭാ അംഗം ജെബി മേത്തർ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ ഔദ്യോഗിക മറുപടിയിലൂടെ സർക്കാരിൻ്റെ നുണപ്രചരണങ്ങൾ പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള അബ്ദുൽ വഹാബ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായി വന്ന 1155 അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായി വന്നതിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായി കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വ്യക്തമാക്കിയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയുകയാണ്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ വയ്യാത്ത നിലയിലാണ് ഓരോ വിഷയങ്ങളിലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്ത് വിളിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ താല്പര്യങ്ങൾക്കും കുട്ടികളുടെ ഭാവിക്കും വിഘാതമായ ഈ പദ്ധതി എന്തുകൊണ്ട് കേരളം നടപ്പിലാക്കരുത് എന്ന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ പാർലമെൻറ്റിൽ വന്നിട്ടുള്ള മറുപടി ഞാൻ ഒന്ന് പറയാം. കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണത്തിൻ്റെ ചോദ്യത്തിന് മറുപടി 0. ഈ PM-ശ്രീയിൽ അംഗമായിട്ടുള്ളവരുടെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ രേഖകൾ പ്രകാരം പദ്ധതിക്കായി തട്ടുകളായി തിരിച്ച് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന ചലഞ്ച് മോഡിൽ കേരളത്തിലെ ഒരു സംസ്ഥാന പൊതുവിദ്യാലയം പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഉത്തരവാദം 0. കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള KVS NVS സ്കൂളുകളിൽ മാത്രമാണ് പട്ടികയിലുള്ളത്. കിട്ടിയ ഫണ്ട് PM-ശ്രീ ഫണ്ടല്ല. കേരളത്തിന് അനുവദിച്ചതായി പറയുന്ന 99,27,00,000 രൂപ PM-ശ്രീ നടപ്പിലാക്കിയതിന് കിട്ടിയതല്ല, മറിച്ച് സമഗ്ര ശിക്ഷ വഴിയുള്ള വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള സ്വാഭാവിക വിഹിതം മാത്രമാണ്. ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്ത തമിഴ്നാടിനും ഇത് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തട്ടിപ്പ് കുട്ടികളുടെ അവകാശമായ RT ഫണ്ടിനെ PM-ശ്രീയുടെ അക്കൗണ്ടിൽപ്പെടുത്തി സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. പ്രായോഗിക തടസ്സങ്ങളും സമയപരിമിതിയും പദ്ധതി അവസാനിപ്പിക്കുവാൻ 7 മാസം മാത്രം. ഈ പദ്ധതിയുടെ കാലാവധി അവസാനിപ്പിക്കുവാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പദ്ധതി തീർപ്പിക്കുവാനുള്ള ഒരു ഉത്തരവ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല. സങ്കീർണവും സമയമെടുക്കുന്നതുമായ നടപടിക്രമങ്ങൾ. സ്കൂൾ തിരഞ്ഞെടുപ്പ് UDAIS പ്ലസിലെ എൻറോൾമെൻറ്റ് ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഓണപരീക്ഷ സമയത്തെ ജോലിഭാരം. ലിസ്റ്റിലുള്ള സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ 7 മേഖലയിലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. സംസ്ഥാന തലത്തിൽ ഇത് പരിശോധിക്കാൻ 1 മാസം വേണം. നമ്മുടെ കുട്ടികളുടെ ഓണപരീക്ഷാ സമയത്താണ് ഈ അനാവശ്യ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും സംസ്ഥാന ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. കടമ്പകളേറെ ഉണ്ട്. ഒന്ന് ബാങ്ക് അക്കൗണ്ടുകൾ, സ്പർശ് വഴി RBI ലിങ്ക് ചെയ്തിട്ടുള്ള ഫണ്ട് കൈമാറ്റം, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറുടെ നിയമനത്തിന് AGയുടെ അനുമതി തുടങ്ങിയ നിരവധി നടപടിക്രമങ്ങളാണ് ഇത് പൂർത്തീകരിക്കേണ്ടത് വരുന്നത്. ഫലത്തിൽ 3 മാസമാണ് കിട്ടുന്നത്. ഇത്രയും സങ്കീർണമായ പ്രക്രിയകൾ പൂർത്തിയാക്കുമ്പോഴേക്കും പദ്ധതിക്ക് 3 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടാകൂ. ദുർബലമായ സ്കൂളുകളെ തള്ളുന്നു, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധിക സാമ്പത്തിക ബാധ്യത, സംസ്ഥാനത്തിന് വിവേചനപരമായ തിരഞ്ഞെടുപ്പ്. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ കുട്ടികളുള്ള, മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ വലിയ തുക മുടക്കി നന്നാക്കിയ സ്കൂളുകളെ മാത്രമേ കേന്ദ്രം പരിഗണിക്കുകയുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്. നമ്മളിപ്പോൾ നന്നാക്കി ലിഫ്റ്റും AC-യും
പിന്നെ അതുപോലെയൊക്കെയുള്ള നന്നായിട്ട് ഇട്ടിരിക്കുന്ന ആ സ്കൂളുകളെ പരിഗണിക്കപ്പെടുകയുള്ളൂ. പദ്ധതി കഴിഞ്ഞാലും അതിൻ്റെ ബാധ്യത സർക്കാരിനാണ്. പദ്ധതി കാലാവധി കഴിഞ്ഞാലും ഈ സ്കൂളുകൾ PM ശ്രീ എന്ന പേരിൽ അറിയപ്പെടുകയും കേന്ദ്ര നയങ്ങൾ തുടരേണ്ടി വരികയും ചെയ്യും. അതിനുള്ള ഫണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും അർഹതപ്പെട്ട പൊതു ഫണ്ടിൽ നിന്നാണ് വിനിയോഗിക്കപ്പെടേണ്ടത്. പാഠ്യപദ്ധതിയിലെ കേന്ദ്രീകരണവും RSSന്റെ അജണ്ടയെ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് പ്രവേശന പരീക്ഷകൾ അടക്കമുള്ള മുഴുവൻ പരീക്ഷകളും കേന്ദ്രീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു. നീറ്റ് പരീക്ഷയിലെ നടത്തിപ്പിൽ നാം കണ്ട ക്രമക്കേടുകളും അട്ടിമറികളും ഇനിയും ആവർത്തിക്കും എന്ന് ഭയക്കേണ്ടതായിട്ടുണ്ട്. സയൻസിന് പകരം അന്ധവിശ്വാസങ്ങൾ പാഠ്യപദ്ധതിയിലും മൂല്യനിർണ്ണയത്തിലും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്നതോടെ ശാസ്ത്രീയ ചിന്തകൾക്ക് പകരം അന്ധവിശ്വാസങ്ങളും വ്യാജ പ്രചരണങ്ങളും, ഉദാഹരണത്തിന് ചാണകത്തിലെ റേഡിയേഷൻ പോലുള്ള വിചിത്രവാദങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. കേരളം എന്ന് ഉയർത്തിപ്പിടിച്ച വിദ്യാഭ്യാസ സ്വയംഭരണാധികാരവും ശാസ്ത്രീയ ബോധവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ധാരണാപത്രത്തിലെ 23-ാം ക്ലോസ് പ്രകാരം ഈ പദ്ധതി മരവിപ്പിക്കുവാൻ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ അജണ്ടകൾക്ക് പണയം വയ്ക്കുന്നതിനും ലഭിക്കാത്ത ഫണ്ടിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതുമായ ഈ നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണം. ധാരണാപത്രത്തിലെ ക്ലോസ് ഉപയോഗിച്ച് PM ശ്രീ പദ്ധതി പൂർണ്ണമായും മരവിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവണം. UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് PM ശ്രീ പദ്ധതിയിലൂടെ പേരിൽ UDF ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ. അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വിഴുങ്ങി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ UDF കൂട്ടുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് LDF സർക്കാരിനെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും പ്രതികൂട്ടിൽ നിർത്താൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ച തുറന്ന കത്ത് ജനങ്ങളുടെ മുന്നിലുണ്ട്. PM ശ്രീ പദ്ധതി BJPയുമായുള്ള രഹസ്യധാരണയാണെന്നും ആരുടെ തടി രക്ഷിക്കാനാണെന്നും ചോദിച്ച നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമായിരുന്നു എന്നാണോ, അതോ ഇപ്പോൾ BJPയുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയത് UDF ആണോ എന്ന് KC വേണുഗോപാലും കോൺഗ്രസും വ്യക്തമാക്കണം. അധികാരത്തിൽ വന്നാൽ PM ശ്രീ ധാരണാപത്രം അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച നിർമ്മല മന്ത്രി KM ഷാജിയും മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിന് എന്താണ് മറുപടി പറയാനുള്ളത്? യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് സമ്മതം മൂടിയ ലീഗ് നേതൃത്വം സ്വന്തം അണികളെ വഞ്ചിച്ചിരിക്കുകയാണ്. അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ച് നേതാക്കൾ കാരണം സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ചായപ്പിടികയിൽ പോയി രാഷ്ട്രീയ ചർച്ച നടത്താൻ പോലും വയ്യാത്ത നാണംകെട്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. സംഘപരിവാർ വിദ്യാഭ്യാസ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന ഈ നിലപാടിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് UDFിനുണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും കേന്ദ്ര ഫണ്ട് വാങ്ങാനും ഉപസമിതിയെ നിയോഗിച്ചത് UDFന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർവൽക്കരിക്കുവാനുള്ള നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന UDF ജനങ്ങളോട് കൃത്യമായ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. രാജ്യസഭയിൽ രണ്ടുപേരാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ശ്രീ അബ്ദുൽ വഹാബും അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ രാജ്യസഭ അംഗവും. പാർലമെന്റിലെ മുസ്ലിം ലീഗ് MP ശ്രീ അബ്ദുൽ വഹാബ് ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ വ്യക്തമായ മറുപടി UDF സർക്കാരിൻ്റെ വ്യാജ പ്രചരണങ്ങളുടെയും ഇരട്ടത്താപ്പിൻ്റെയും മുഖംമൂടി വലിച്ചു കയറിയിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചില്ലെങ്കിലോ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാലോ സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന സാർവത്രിക വിദ്യാഭ്യാസ സഹായത്തെയോ ഫണ്ടുകളെയോ അത് ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രേഖാമൂലം നൽകിയിരിക്കുകയാണ്.
ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പറയുന്നത്. മുമ്പ് അന്നത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ടപ്പോഴും സമഗ്ര ശിക്ഷയുടെ ദേശീയ യോഗങ്ങളിലും PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ ഫണ്ട് നൽകില്ല എന്നാണ് കേന്ദ്രമന്ത്രിയും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിരുന്നത്. പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുക എന്ന് കേന്ദ്രം ഇപ്പോൾ പറയുമ്പോൾ ഫണ്ട് തടസ്സപ്പെടുമെന്ന തെറ്റായ ന്യായീകരണം ഉയർത്തി കാവ്യവൽക്കരണ അജണ്ടയുമായുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ UDF സർക്കാർ കാണിക്കുന്ന തിടുക്കം ആരെ പ്രീതിപ്പെടുത്താനാണ്? BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാപ്പിക്കും എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് PM ശ്രീ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അപ്പം മിക്കവാറും അവരങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കേരളത്തെ ആവേശപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ഭരണത്തിലുള്ള UDFും അതിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രൻ്റെയും BJPയുടെയും അതേ പ്രഖ്യാപനം പ്രാവർത്തികമാക്കാനാണ്. സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് മുസ്ലിം ലീഗും UDFും സർക്കാരും വഴങ്ങിക്കൊടുക്കുന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മതേതര മൂല്യങ്ങളിലും ഭരണഘടനാ തത്വങ്ങളിലുമാണ് അധിഷ്ഠമായിരിക്കുന്നത്. എന്നാൽ PM ശ്രീ വഴി സംഘപരിവാർ അജണ്ടകൾ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് നേരിട്ട് കടത്തിവിടാനുള്ള വഴി തുറക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഫണ്ട് തടസ്സപ്പെടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും വൈകാതെ കരാറിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറാവണം. എന്ന് മാത്രമല്ല, ഏതവസരത്തിൽ വേണോ ഗവൺമെൻറ് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കൊടുത്ത മറുപടിക്ക് 2 പാർലമെൻറ്റ് മെമ്പർമാരെ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ കള്ളമാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ ഷാജി പറഞ്ഞല്ലോ, ഈ എല്ലാ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ PM ശ്രീ ഞങ്ങൾ കടലിലെറിയുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എവിടെയാണ് അവരറിയാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. ഫണ്ട് ലഭിക്കില്ലെന്ന കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നത് UDF അവസാനിപ്പിക്കണം. കേരളത്തിൻ്റെ മതേതര പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം. എൻ്റെ വഹാബിൻ്റെ മറുപടി എൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ ജബി മേത്തറിൻ്റെയും മറുപടി എൻ്റെ ഉണ്ട്. 2 പാർലമെൻറ്റിൽ തന്നിട്ടുള്ള മറുപടിയുണ്ട്. അതിൽ വ്യക്തമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യം അത് 1-2 കാര്യം കൂടെ പറയാം. UDF കൺവീനറുടെ നിലപാട് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തള്ളിയിട്ടുള്ളൂ. UDFിന്റെ നിലപാട് അതല്ല. ഇന്നത്തെ യോഗക്ഷേമയിൽ ചർച്ചയുണ്ടായിട്ടില്ല. എങ്ങനെ ഒഴിവാകാമെന്നുള്ളതാണ് ആലോചിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP പറഞ്ഞതുപോലെ PM ശ്രീ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഒരു സംസ്ഥാന ദേശീയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് PM ശ്രീയുടെ പ്രോജക്റ്റും വിഷയം. ആ വിഷയത്തിൽ ഒരു കാര്യവും മനസ്സിലാക്കാതെ വെറും കള്ളത്തരം സത്യവിരുദ്ധമായ കാര്യം ഒരു മുഖ്യമന്ത്രി വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ ആദ്യം തന്നെ ഇങ്ങനെ സബ് കമ്മിറ്റിയൊക്കെ വരുന്നതിന് മുമ്പ് UDF ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് പദ്ധതി നടപ്പിലാക്കുക. LDF ഒപ്പിട്ടതുകൊണ്ട് തങ്ങൾക്ക് നടപ്പിലാക്കിയേ പറ്റൂ എന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഒരു സബ് കമ്മിറ്റി വെച്ചു. അത് 2 തവണ യോഗം ചേർത്ത് പിന്നീട് അതിന്റെ യോഗമൊന്നും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ല. അതിന്റെ നേതൃത്വമുണ്ടായെന്നാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാശിയുടെ പുറത്താണ് നടപ്പിലാക്കുന്നത്. ലീഗിന് വലിയ താല്പര്യമില്ല. മുഖ്യമന്ത്രി BJPയുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടുപ്പത്തിൻ്റെയും മുന്നണിയുടെയും കാര്യമാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാ കാര്യങ്ങളും സെലക്ടറിൽ ആളിനെ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഈ അടുത്ത കാലത്ത് സംസ്ഥാന ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാലും
പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും ഒരു BJP ടച്ചുണ്ട്. RSSനെ BJP സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ധാരാളം വായിക്കുന്ന ആളെന്നൊക്കെ തന്നെ സ്വയം പറയുന്നുണ്ടെങ്കിൽ തന്നെ PMCയുടെ മൊത്തം കാര്യങ്ങളെ വായിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ കള്ളമാണ് തട്ടിവിട്ടത്. കുറേ ദിവസം ചില ഇത് വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ചില മാധ്യമങ്ങൾ കൊണ്ടല്ലോ, അതായിരുന്നു കാണാനില്ല ഇവിടെ. ആ മാധ്യമങ്ങൾക്ക് ഇപ്പം പുറത്തിറങ്ങാന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും മറുപടി കിട്ടിയിട്ടുണ്ടോ? രണ്ടിൻ്റെയും കിട്ടിയിട്ടുണ്ട്. മേത്തറിൻ്റെ കിട്ടിയിട്ടുണ്ട്, വഹാബിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എൻ്റെ നോട്ടിൽ പറഞ്ഞല്ലോ, 0.00000 എന്ന് പോവുക. ഇത് മാത്രമല്ല, അതിൽ ഇനി ഒപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒപ്പിട്ടാലും കുഴപ്പമില്ല, വാങ്ങിച്ചാലും കുഴപ്പമില്ല, വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രി കേരളത്തെ പറഞ്ഞ് ധരിപ്പിച്ചെന്താ, ഇത് വാങ്ങിയില്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും. ഈ ഒരു സ്വരത്തിലല്ലേ, ഈ ഒരു രീതിയിലാണല്ലോ പറഞ്ഞത്. മറ്റേത് BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞ് എല്ലാ മുസ്ലിം ലീഗുകാരെ കൊണ്ട് ഞങ്ങൾ BJP സിന്ദാബാ, PM ശ്രീ സിന്ദാബാ, നരേന്ദ്രമോദി സിന്ദാബാ എന്ന് വിളിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അതിനും അവർ പേടിച്ചു, മുസ്ലിം ലീഗുകാർ പേടിച്ചു. ഞാൻ ബാക്കിയോടെ ഒന്ന് പറയട്ടെ. ഇത് അടിയന്തരമായി ക്യാപ്റ്റൻ അബൈൻസ് എന്ന് പറഞ്ഞ് പഴയ ഗവൺമെൻറ് കൊടുത്ത കത്ത്, അതും കൂടെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള ക്യാബിനറ്റിൻ്റെ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന 25% സ്കൂളുകളെ ഒരു കാരണവശാലും ഈ PMC പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. കാരണം അവർ തന്നെ എതിർക്കുന്ന പല ഫണ്ടുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 5000 കോടി രൂപ മുടക്കി നമ്മുടെ സ്കൂളുകൾ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളാക്കി പ്രവർത്തിപ്പിക്കുന്നത്. ആ സ്കൂളുകളാണ് അവർ സെലക്ട് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വെറും മോശമായി കിടക്കുന്ന സ്കൂളുകളല്ല, ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന സ്കൂളുകളെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഏറ്റവും നന്നായി ഉള്ള ലിഫ്റ്റും AC-യും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെയുള്ള സ്കൂളിൻ്റെ മുന്നിൽ നമ്മൾ കഷ്ടപ്പെട്ട് 10 കോടി 15 കോടി രൂപ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന സ്കൂളാണല്ലോ. ആ സ്കൂളിൻ്റെ അവിടെ എഴുതി വയ്ക്കണം PM ശ്രീ. ഇതാണ് അവർ കരുതുന്നത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ല. ഈ എന്തെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും പാവപ്പെട്ട കുട്ടികൾക്ക് നൽകി പോന്നിരുന്ന പോഷക സമ്പന്നമായ ഉച്ചഭക്ഷണം മെനു വെട്ടിച്ചുരുക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്ന് മാത്രമല്ല ക്രൂരവുമാണ്. വിലക്കയറ്റവും ഫണ്ടിൻ്റെ കുറവും ചൂണ്ടിക്കാണി കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ കൈവയ്ക്കുന്നത് ഏത് ഭരണാധികാരിയായിരുന്നാലും അത് ചേർന്നതല്ല. വേറെ മെനുവിൻ്റെ ഉത്തരവ് അറിയിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വെട്ടിക്കുറച്ച മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വീട്ടിലെ വിലക്കയറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? LDFൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരവും രുചികരമായ ഭക്ഷണം ഉറപ്പുവരുത്തുവാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു.
പുതിയ ഉത്തരവ് പ്രകാരം ചോറും 2 കറികളും. ഇത് വളരെ ക്രൂരമായ നടപടിയാണ്. ലോകത്തെ ഒരു ഭരണാധികാരിയും ചെയ്യാത്ത നടപടിയാണ് ഈ സംസ്ഥാനത്തെ വി.ഡി. സതീശൻ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസത്തെ ദേശീയാടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റത്തിലൂടെയാണ്. അതിൻ്റെ 55,000-ലധികം വരുന്ന ക്ലാസ് മുറികൾ പൂർണ്ണമായും ഹൈടെക് ആക്കി മാറ്റി. കെ-ഫോൺ പദ്ധതി നടപ്പിലാക്കി. കെ-ഫോൺ പദ്ധതി പ്രകാരം അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ സ്കൂളുകളിലുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ കുട്ടികൾക്ക് അനായാസം അഭ്യസിക്കാൻ തക്കവണ്ണം വിപുലമായ സൗകര്യങ്ങൾ സ്കൂളുകൾ ഒരുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് LDF സർക്കാർ സൗജന്യമായി നൽകിയ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഇപ്പോൾ സ്കൂളുകളിൽ സ്വന്തം ചെലവിൽ നടത്തണമെന്നാണ് പറയുന്നത്. മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല. ആയിരക്കണക്കിന് വരുന്ന കമ്പ്യൂട്ടറുകളും പ്രോജക്റ്റുകളും കേടായി കിടക്കുകയാണ്. അത് അധ്യാപകരും വിദ്യാർത്ഥികളും നന്നാക്കണമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ ഈ കാര്യം പോലും ചെയ്യാൻ വയ്യാത്ത ഗവൺമെൻറ് എന്ത് ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതായാലും വളരെ നമ്മുടെ ഹോം മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണല്ലോ പുനർജനി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്. പുനർജനി പദ്ധതിക്ക് FC 6 നിയമം ലംഘിച്ച് വിദേശ ഫണ്ട് പിരിച്ച കേസിൽ മുഖ്യമന്ത്രി V.D. സതീശന് ക്ലീൻ ചിറ്റ് നൽകി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നടപടി ആ കേസ് തേച്ച് മാച്ച് കളയുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളുമാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ട കേസ് മുഖ്യമന്ത്രി തന്നെ പറയണം, അത് അന്വേഷിക്കട്ടെ എന്ന് ധൈര്യമായി തന്നെ പറയണം. അതാണ് അന്തസ് എന്ന് പറയുന്നത്. അഴിമതിക്കെതിരെ വിജിലൻസ് വിസിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത അവസരത്തിൽ തന്നെ ഈ കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അനുകൂലമായി ക്ലീൻ ചിറ്റ് കൊടുത്തത് തെറ്റായിപ്പോയി. ഞാൻ ചോദിച്ചിട്ട് മിനിമം ഒരു പ്രോഗ്രാം നടത്തി ആരിൽ നിന്ന് എത്രയൊക്കെ സംഭാവന ലഭിച്ചു എന്നുള്ളത് അത് കണക്ക് വയ്ക്കണ്ടേ? വിദേശയാത്രയ്ക്ക് പോയ അവസരത്തിൽ ഒരു വിദേശയാത്രയ്ക്ക് ഒരു MLA MP മന്ത്രിയെ പോകുമ്പോൾ പാലിച്ചിരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കണ്ടേ? വിദേശ ഫണ്ട് പിരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക അനുമതി വാങ്ങണ്ടേ? 2018 വിദേശത്ത് പോകുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അനുമതി തേടിച്ചു പോലും കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏത് ചടങ്ങ് നടത്തിയാലും ഏത് പരിപാടി നടത്തിയാലും അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല. അതിൻ്റെ കണക്കവതരിപ്പിക്കണം, വരവ് ചിലവ് കണക്കവതരിപ്പിക്കുന്നു, എവിടെ നിന്ന് കാശ് കിട്ടി, എത്ര രൂപ ചിലവഴിച്ചു, ഇനി എത്ര രൂപ മിച്ചമുണ്ട്, ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയി എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിൽ ഇടപെട്ട് ക്ലീൻ ചിറ്റ് നൽകിയതും ഒട്ടും ശരിയായില്ല. വളരെ നിസ്സാരമായിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ BJPയുടെ ഫണ്ട് തട്ടിപ്പിനെ മാധ്യമങ്ങൾ കാണുന്നത്. അത് വളരെ ലളിതമായിട്ട് തന്നെ അത് മാച്ച് കളയുന്നതിന് വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോട്ട് കെട്ടുകളുടെ മുന്നിൽ നിന്നാണ് ആഫീസ് സെക്രട്ടറി സെൽഫി ഫോട്ടോ എടുത്തിട്ട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. എത്ര കോടി രൂപ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് BJPയുടെ നടപടിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമില്ല. BJPയും കോൺഗ്രസ് തമ്മിലുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ കേസെടുക്കാത്തത്.
മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയില്ല? എത്ര ദിവസമായി ഈ കാര്യം നടന്നിട്ട്? തന്നെ ഏൽപ്പിച്ചാൽ ഈ സമരം ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ വെടിവെച്ചിടുകയും വെടിയേറ്റ് മരിച്ചു കിടക്കുന്നവരെ കൊണ്ടൊരു വലിയൊരു പിന്നെ മരിച്ചു കിടക്കുന്നവരെ കൊണ്ടൊരു കൂമ്പാരം ഉണ്ടാക്കുകയും സ്ത്രീകളെ ഞാൻ കൈകാര്യം ചെയ്യും എന്നൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞ RSSൻ്റെ സഹയാത്രികൻ, പ്രധാനപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്തിട്ട് പോലും കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടിയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു നല്ല സമനില തെറ്റിയതിന് മാത്രമേ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഒന്നുകിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളവരും പരിശോധിച്ചു നോക്കും. അതല്ലെങ്കിൽ അത് ബോധപൂർവമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ വലിയ നിലയിൽ കേസ് വകുപ്പിലിട്ട് കേസ് ചാർജ് ചെയ്ത് മേലിലാരും ഇത് ആവർത്തിക്കാതിരിക്കണം നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്നിപ്പോൾ കൗൺസിൽ കൂടെയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും സുഖത്തിന് പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. അതോടുകൂടി മുനിസിപ്പൽ ആക്ട് 1994 പ്രകാരം ഇയാളുടെ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. അക്കാര്യത്തിൽ RSSൻ്റെ നേതാവാണല്ലോ സൂതൻ എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത മുസ്ലിം ലീഗാണ്. ഈ PMCയുടെയൊക്കെ ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സൗകര്യങ്ങളും ഈ RSSൻ്റെ കൗൺസിലർക്ക് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമുണ്ട്. പക്ഷേ കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 1994 സെക്ഷൻ 91 പ്രകാരം ഒരു കൗൺസിലർ തുടർച്ചയായി 3 മാസ കാലയളവിൽ നടന്ന എല്ലാ കൗൺസിൽ യോഗങ്ങളിലും പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് കൗൺസിൽ സ്ഥാനം ഒഴിവാക്കിയതായി പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ്. അത് ചെയ്യാൻ ഇനി ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടത്. കൗൺസിലിൻ്റെ യോഗം കഴിഞ്ഞാൽ ഗവൺമെൻറ് നടപടി സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി 95-2000 വർഷത്തിൽ 2 പേരെ പുറത്താക്കി. തുടർച്ചയായിട്ട് 3 കൗൺസിൽ പങ്കെടുക്കാത്തതിനുള്ള 2 പേരെ അന്ന് പുറത്താക്കി. അങ്ങനെ ഒരു കീഴ്വഴക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളായിരുന്നു ഞാൻ പറയാത്തത്. അടുത്ത ആഴ്ച പറയുന്നുണ്ട്. ലേബർ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഒരു കാരണവശാലും കേരളത്തിൽ ലേബർ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. 29ഓളം വരുന്ന തൊഴിൽ നിയമങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇപ്പം ലേബർ കോഡ് നിലവിൽ വന്നു എന്ന് പറഞ്ഞ് ശരി തന്നെയാണ്. പക്ഷേ ആ ലേബർ കോഡ് നിലവിൽ വരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സംവിധാനങ്ങളും ഒരു സജ്ജീകരണങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അടുത്ത ഒരു നിയമം വരുന്നത് വരെ, നിയമം പ്രാബല്യത്തിൽ വരുന്നവരെ നിലവിലുള്ള നിയമത്തിന് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഗോപാൽ ഗൗഡ റിട്ടയർഡ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബദൽ റിപ്പോർട്ടുണ്ട്. അത് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഫയലിലുണ്ട്. അത് നോക്കിയ ശേഷം നമ്മൾക്ക് കേരളം എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് പുരോഗമനപരമായി. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം. തൊഴിലാളി വിരുദ്ധ നിലപാട് ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും തൊഴിൽ മന്ത്രിയും സ്വീകരിക്കരുത് എന്നുള്ള അഭ്യർത്ഥന സ്വീകരിക്കുന്നുണ്ട്.